അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിതുറന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വിവാദ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. കമ്മ്യൂണിസം ഒരു ക്യാൻസർ പോലെയാണെന്നും അത് രാജ്യത്ത് പടർന്നു പിടിക്കുന്നതിന് മുൻപ് തന്നെ തുടക്കത്തിൽ ശസ്ത്രക്രിയയിലൂടെ എന്ന പോലെ അതിവേഗം ഇല്ലാതാക്കണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തു. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിന വാർഷികാഘോഷ പരിപാടിക്കിടെ വാഷിംഗ്ടണിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ ഓർപ്പിക്കുന്ന രീതിയിൽ ട്രംപ് കടുത്ത ഭാഷയിൽ കടന്നാക്രമണം നടത്തിയത്. ഇതോടൊപ്പം ഇറാന്റെ സൈനിക ശക്തിയെ തങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്ന കടുത്ത അവകാശവാദവും ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ കമ്മ്യൂണിസം വളരുന്നത് തടയാൻ കടുത്ത നടപടികൾ വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കമ്മ്യൂണിസം എന്ന വലിയ ഭീഷണി രാജ്യത്ത് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ കടുത്ത രീതിയിൽ പ്രതിരോധിക്കുകയും തടയുകയും വേണമെന്ന് ട്രംപ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കമ്മ്യൂണിസത്തെ മാരക രോഗമായ ക്യാൻസറിനോട് ട്രംപ് ഉപമിച്ചത് കമ്മ്യൂണിസം ഒരു ക്യാൻസർ പോലെയാണ് എന്നാണ്. ക്യാൻസർ ബാധിച്ചാൽ അത് എങ്ങനെ തുടക്കത്തിൽ തന്നെ ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്യണമോ അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയും തുടക്കത്തിൽ തന്നെ അതിവേഗം ഇല്ലാതാക്കണമെന്ന് ട്രംപ് എടുത്തു പറഞ്ഞു. അമേരിക്കൻ ഐക്യനാടുകളിൽ കമ്മ്യൂണിസം പിടിമുറുക്കാൻ സാധ്യതയുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഈ കടുത്ത പ്രസംഗത്തിന് കാരണമായത്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിന വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വാഷിംഗ്ടണിലെ നാഷണൽ മാളിൽ ഒത്തുകൂടിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര പ്രത്യയശാസ്ത്ര ഭീഷണി കമ്മ്യൂണിസമാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. മുൻകാലങ്ങളിലെ തന്റെ പതിവ് ശൈലിയിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്താനും ഈ പ്രസംഗത്തിൽ ട്രംപ് തയ്യാറായിട്ടുണ്ട്. മുൻപ് നടന്ന പല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഇടതുപക്ഷ നിലപാടുകളോ സോഷ്യലിസ്റ്റ് ചിന്താഗതികളോ പുലർത്തുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികളെ ട്രംപ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിച്ച് പരസ്യമായി തുടരാക്ഷേപിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ കമ്മ്യൂണിസത്തിനെതിരെ അതീവ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമണം നടത്തിയപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ആരുടെയും പേരെടുത്ത് നേരിട്ട് വിമർശിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല. ഇത് ശ്രദ്ധേയമായ ഒരു കാര്യവുമാണ്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഔദ്യോഗിക വേദിയിൽ വെച്ച് കമ്മ്യൂണിസത്തിനെതിരെ കടുത്ത കടന്നാക്രമണം നടത്തിയതിന് പിന്നാലെ തന്റെ ഭരണകാലത്തെ ചരിത്രപരമായ നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനും പുതിയ രാഷ്ട്രീയ അജണ്ടകൾ പ്രഖ്യാപിക്കുന്നതിനുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമയം കണ്ടെത്തിയത്. ഒരു ജനകീയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ പ്രസംഗത്തിന്റെ ഈ ഭാഗം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടുത്ത വോട്ടിംഗ് നിയന്ത്രണങ്ങൾ രാജ്യത്ത് കൊണ്ടുവരണമെന്ന കടുത്ത ആവശ്യമാണ് ട്രംപ് US കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അമേരിക്കൻ വോട്ടിംഗ് സംവിധാനത്തിൽ അടിയന്തരമായി കടുത്ത മാറ്റങ്ങൾ വരുത്തണമെന്ന് ട്രംപ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. രാജ്യത്തെ നിലവിലത്തെ വോട്ടിംഗ് രീതിയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകാറുള്ള തപാൽ വോട്ടുകൾ കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. വോട്ടർ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കണം. വോട്ടർമാർക്കായി രജിസ്റ്റർ ചെയ്യുന്നതിന് പൗരത്വത്തിന്റെ കൃത്യമായ തെളിവ് നിർബന്ധമാക്കുന്ന പുതിയ നിയമനിർമ്മാണം അമേരിക്കൻ കോൺഗ്രസ് അടിയന്തരമായി പാസ്സാക്കണമെന്നും ട്രംപ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. അമേരിക്കൻ ജനതയുടെ ദേശസ്നേഹത്തെ കടുത്ത രീതിയിൽ ഉണർത്തുന്ന നിരവധി ചരിത്ര സംഭവങ്ങളാണ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഉടനീളം പരാമർശിച്ചത്. ലോകത്തിനു മുൻപിൽ അമേരിക്കയുടെ കരുത്ത് തെളിയിച്ച് പ്രധാന ചരിത്ര വിജയങ്ങളെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും ട്രംപ് വേദിയിൽ വെച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അമേരിക്കയുടെ വിദേശ നയങ്ങളെയും സൈനിക നടപടികളെയും കുറിച്ച് സംസാരിക്കവേ കടുത്തൊരു അവകാശവാദമാണ് ട്രംപ് നാഷണൽ മാളിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. തങ്ങളുടെ കടുത്ത സൈനിക തന്ത്രങ്ങളിലൂടെയും നയങ്ങളിലൂടെയും പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തിയായ ഇറാന്റെ സൈനിക ശേഷിയെയും കരുത്തിനെയും തങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി തന്നെ തകർത്തു കഴിഞ്ഞുവെന്ന് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ദേശീയ ആഘോഷങ്ങളും തിരഞ്ഞെടുപ്പ് അജണ്ടകളും തമ്മിലുള്ള അതിർവരമ്പുകൾ പൂർണ്ണമായും നേർപ്പിക്കുന്നതായിരുന്നു നാഷണൽ മാളിൽ നടന്ന ട്രംപിന്റെ ഈ പുതിയ പ്രസംഗം. കമ്മ്യൂണിസത്തെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യണമെന്ന ട്രംപിന്റെ പ്രയോഗം വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര തലത്തിലും കടുത്ത വാക്പോരുകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.